യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ നടന്ന അമേരിക്കൻ ആക്രമണത്തിൽ 30-ലേറെ പേർ കൊല്ലപ്പെട്ടു. അമേരിക്കൻ കപ്പലുകൾക്കെതിരെ ചെങ്കടലിൽ ഹൂതി വിമതർ തുടർച്ചയായി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യാക്രമണം. ഹൂതികൾക്ക് നൽകിയ സമയം അവസാനിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് കുറിച്ചു. ഇല്ലെങ്കിൽ പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. അമേരിക്കൻ കപ്പലുകൾക്കും വിമാനങ്ങൾക്കുമെതിരെ ഹൂതി ഭീകരരുടെ ആക്രമണം ചെങ്കടലിൽ തുടരുകയാണ്. അക്കാരണത്താൽ തന്നെ തിരിച്ചടി അനിവാര്യമെന്നും ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് ഹൂതികൾക്ക് നൽകുന്നത്. ഹൂതി ഭീകരർക്ക് അനുവദിച്ച സമയം അവസാനിച്ചു. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം നരകം ഹൂതികൾക്കുമേൽ പെയ്തിറങ്ങുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ പറയുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സന്ദർശന വേളയിൽ തന്നെ ഹൂതികളെ ട്രംപ് ഭീകരരായി പ്രഖ്യാപിച്ചിരുന്നു. തുടർന്നാണ് അതിശക്തമായ ആക്രമണം നടത്താനുള്ള തീരുമാനം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 30-ലേറെ പേർ യമനിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശക്തമായ ആക്രമണം വീണ്ടും തുടരുകയാണ്. ഇറാൻ പിന്തുണയോടെ പശ്ചിമേഷ്യയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഹൂതി ഭീകരർ. ഹമസ് ഇസ്രയേൽ സംഘർഷവേളയിൽ ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുൾപ്പെടെ ഹൂതി ഭീകരർ മിസൈലുകൾ അയച്ചിരുന്നു. യമനിലെ എല്ലാ ഹൂതി ശക്തി കേന്ദ്രങ്ങളിലും വൻതോതിലുള്ള ആക്രമണമാണ് തുടരുന്നത്. ഹൂതി ഭീകരരെ പൂർണ്ണമായും തകർക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.